വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് കീ മാനേജ്മെന്റ് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. യൂസിങ് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫി. പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു കൺവെൻഷണൽ എൻക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു സിമെട്രിക് എൻക്രിപ്ഷനകത്ത് ഉപയോഗിക്കുന്ന സീക്രട്ട് കീ അല്ലെങ്കിൽ സെഷൻ കീനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യും? പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫിക്കകത്ത് വരുന്ന പബ്ലിക് കീസിന്റെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയും പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം നമ്മൾ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കീ മാനേജ്മെന്റിൽ ആദ്യം വരുന്ന ആ കൺവെൻഷണൽ എൻക്രിപ്ഷനകത്തുള്ള എന്താണ് സീക്രട്ട് കീ അല്ലെങ്കിൽ സെഷൻ കീ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫി മെത്തേഡ് ഉപയോഗിച്ചിട്ട്. അപ്പൊ അതിന് രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലെങ്കിൽ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡാണ് സിമ്പിൾ സീക്രട്ട് കീ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ് സീക്രട്ട് കീ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഓതന്റിക്കേഷൻ ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ മെത്തേഡ്. അപ്പൊ അതിലെ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ആദ്യം നോക്കുന്നു, സിമ്പിൾ സീക്രട്ട് കീ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ അതിലെ രണ്ട് യൂസേഴ്സ് ഉണ്ട്, യൂസർ എയും യൂസർ ബിയും. അതിലെ യൂസർ എ എന്ന് പറയുന്നതാണ് സെൻഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന യൂസറാണ് എ. അപ്പൊ അതുകൊണ്ട് എ എന്ന് പറയുന്നത് ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, സെറ്റ് ഓഫ് കീസ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്നു. പബ്ലിക് കീ പി യു എയും അതിന്റെ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് പി ആർ എ. എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് കീസ് ജനറേറ്റ് ചെയ്യുന്ന പബ്ലിക് കീയും പ്രൈവറ്റ് കീയും. അപ്പൊ ആ പബ്ലിക് കീ എന്ന് പറയുന്നത് പബ്ലിക് ആണ്, ബിന് വേണമെങ്കിൽ അത് ആക്സസ് ചെയ്യാം. പക്ഷെ എന്റെ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് സീക്രട്ട് ആണ്, അത് എന്റെ കയ്യിൽ തന്നെ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ എ എന്ന് പറയുന്നത് ബിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എ എന്ത് ചെയ്യുന്നു, ആദ്യമേ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ബിയിലേക്ക് പാസ് ചെയ്യുന്നു. ആ മെസ്സേജിനകത്ത് എന്തെല്ലാം ഉണ്ട്, ആ മെസ്സേജിൽ എന്റെ പബ്ലിക് കീ ബിയുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ എന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തിരിച്ചറിയാനായിട്ട് ഒരു ഐഡന്റിഫയറും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ID എ എന്ന് പറയുന്നത്. അപ്പൊ എന്റെ പബ്ലിക് കീ എനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഐഡന്റിഫയർ, ഇത് രണ്ടും കൂടെ ചേർത്ത് മെസ്സേജ് ആയിട്ട് ബിയിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം ബി എന്ന് പറയുന്നത് ബിന്റെ കയ്യിൽ അന്നേരം എന്ത് കിട്ടും, ബിന്റെ കയ്യില് എന്റെ പബ്ലിക് കീയും കിട്ടും. അതുപോലെ എ എന്ന് പറയുന്ന യൂസറിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന ഐഡന്റിഫയറും കിട്ടും. ആ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന ഐഡന്റിഫയർ എന്ത് ചെയ്യുന്നു, ബി ചെക്ക് ചെയ്യുന്നു. അപ്പൊ എ എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള യൂസർ ആണെന്ന് ബിന് മനസ്സിലാവുന്നു. ബി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ സീക്രട്ട് കീ അല്ലെങ്കിൽ ആ സെഷൻ കീ KS എന്ന് പറയുന്ന സീക്രട്ട് കീ ഓർ സെഷൻ കീ എന്ന് പറയും, സെഷൻ കീ. അപ്പൊ എ എന്ന് പറയുന്ന യൂസർ വാലിഡ് ആണെന്ന് കാണുന്നത് കൊണ്ട് തന്നെ ബി എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ആ സീക്രട്ട് കീ അല്ലെങ്കിൽ ആ സെഷൻ കീ ബി ജനറേറ്റ് ചെയ്യും. ആ സെഷൻ കീനെ ആ എന്റെ പബ്ലിക് കീ വെച്ചിട്ട് അത് എന്ത് ചെയ്യുന്നു, ബി എൻക്രിപ്റ്റ് ചെയ്ത് തിരിച്ച് എയിലേക്ക് തന്നെ തിരിച്ച് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ആ സെഷൻ കീന്റെ വാല്യൂവിനെ ആ ഷെയർ ചെയ്ത് കിട്ടിയ എന്റെ പബ്ലിക് കീ കൊണ്ടാണ് ബി എന്ന് പറയുന്നത് എൻക്രിപ്റ്റ് ചെയ്ത് എയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അന്നേരം എ ചെയ്യുന്നത് ഡിക്രിപ്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് പെർഫോം ചെയ്യും. ഡിക്രിപ്ഷൻ ചെയ്യുന്നത് ഡിക്രിപ്ഷൻ ഓഫ് അത് സ്വന്തം പ്രൈവറ്റ് കീ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ മെസ്സേജിനെ ഡിക്രിപ്റ്റ് ചെയ്യുന്നു. എൻക്രിപ്റ്റഡ് ഫോം ഓഫ് പബ്ലിക് കീ സെഷൻ കീ, അങ്ങനെയാണ് ആ ഒരു എൻക്രിപ്റ്റഡ് മെസ്സേജ് ആണ് എയിൽ വരുന്നത്. അപ്പൊ എ എന്ന് പറയുന്നത് സ്വന്തം പ്രൈവറ്റ് കീ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ കിട്ടിയ എൻക്രിപ്റ്റഡ് മെസ്സേജിനെ ഡിക്രിപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ആ സെഷൻ കീ KS എന്ന് പറയുന്നത് ഇങ്ങനെ വേർതിരിച്ച് അല്ലെങ്കിൽ ആ സീക്രട്ട് കീ എന്ന് പറയുന്നത് ഒബ്റ്റെയിൻ ചെയ്യും. അപ്പൊ ആ സീക്രട്ട് കീ എ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ എ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം പബ്ലിക് കീനെയും പ്രൈവറ്റ് കീനെയും ഡിസ്കാർഡ് ചെയ്യും. അതുപോലെ ബി എന്ന് പറയുന്നത് ഈ ഷെയർ ചെയ്ത് കിട്ടിയ പബ്ലിക് കീ എന്റെ പബ്ലിക് കീനെയും ആര് ഡിസ്കാർഡ് ചെയ്യും, ബി എന്ന് പറയുന്ന യൂസറും ഡിസ്കാർഡ് ചെയ്യും. പിന്നെ ഫർദർ കമ്മ്യൂണിക്കേഷൻ എയും ബിയും തമ്മിലുള്ളതല്ല, ഈ സീക്രട്ട് കീ അല്ലെങ്കിൽ ആ സെഷൻ കീ KS വെച്ചിട്ടായിരിക്കും ആ ഫർദർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുന്നത് പെർഫോം ചെയ്യുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നതിന് മുന്നേ രണ്ട് യൂസറിന്റെ കയ്യിലും കീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ടെർമിനേറ്റ് ചെയ്തതിന് ശേഷവും ആ സെഷൻ കീന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എക്സ്പയർ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു മെത്തേഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിസഡ്വാൻറ്റേജും കൂടെ ഉണ്ട് ഈ സിമ്പിൾ സീക്രട്ട് കീ ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസിങ് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പൊ ആ അറ്റാക്കിനെയാണ് നമ്മൾ മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക് എന്ന് നമ്മൾ പറയുന്നത്. സിമ്പിൾ സീക്രട്ട് കീ ഡിസ്ട്രിബ്യൂഷനകത്ത് വരുന്ന അറ്റാക്ക് മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക് എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഇതിനകത്ത് എ എന്ന് പറയുന്ന ഒരു യൂസറും ഉണ്ട്, ബി എന്ന് പറയുന്ന മറ്റൊരു യൂസറും ഉണ്ട്. എ എന്ന് പറയുന്ന യൂസർ
ബി യൂസറുമായിട്ട് എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ ആ എനും ബിനും മിഡിലായിട്ട് ഒരു ഇൻട്രൂഡർ അല്ലെങ്കിൽ അറ്റാക്കർ ഉണ്ട്. ആ അറ്റാക്കർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, എ ബിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ മെസ്സേജിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. ഇന്റർസെപ്റ്റ് ചെയ്ത് ആ കമ്മ്യൂണിക്കേഷൻ ചാനലിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് ഏറ്റെടുത്ത് ആ മെസ്സേജിനെ മോഡിഫൈ ചെയ്യാനും അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാനും ആർക്ക് കഴിയുന്നു, ആ ഇൻട്രൂഡർ അല്ലെങ്കിൽ ആ അറ്റാക്കറിന് സാധിക്കുന്നു. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആ എ എന്ന് പറയുന്ന യൂസറിന്റെ ഒരു പെയർ ഓഫ് കീസ് എ ജനറേറ്റ് ചെയ്യുന്നു. പ്രൈവറ്റ് കീ എന്ന് പറയുന്ന PRA, പബ്ലിക് കീ എന്ന് പറയുന്നത് PUA. സിമ്പിൾ സീക്രട്ട് കീ ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്യുന്നത് പോലെ തന്നെ എ ബിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എ എന്ത് ചെയ്യുന്നു, എന്റെ പബ്ലിക് കീയും എന്റെ വാല്യൂ അല്ലെങ്കിൽ എന്റെ ഐഡന്റിറ്റി തിരിച്ചറിയാനുള്ള ഒരു ഐഡന്റിഫയറും കൂടെ എന്ത് ചെയ്യുന്നു, ബിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ അത് ബിയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ആ മിഡിൽ ഇരിക്കുന്ന ഇൻട്രൂഡർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ആ മെസ്സേജ് കൈക്കലാക്കുന്നു. ആ മെസ്സേജ് കൈക്കലാക്കിയിട്ട് ആ ഇൻട്രൂഡറിനെയാണ് ഡി ആയിട്ട് അസ്യൂം ചെയ്തേക്കുന്നത്, യൂസർ ഡി. അപ്പൊ ആ ഇൻട്രൂഡറിന്റെ പ്രൈവറ്റ് കീ ആണ് PRD, ഇൻട്രൂഡറിന്റെ പബ്ലിക് കീ ആണ് PUD. അപ്പൊ ആ എ ബിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് എ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എന്റെ പബ്ലിക് കീനെയും എന്റെ ഐഡന്റിഫയറിനെയും ആ ഇൻട്രൂഡർ കൈക്കലാക്കുന്നു. പകരം ആ എന്റെ പബ്ലിക് കീന് പകരം ഇൻട്രൂഡറിന്റെ പബ്ലിക് കീയും ആ എന്റെ ഐഡന്റിഫയറും കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യുന്നു, ആ ഇൻട്രൂഡർ ബി എന്ന് പറയുന്ന യൂസറിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ആ ബി എന്ന് പറയുന്ന യൂസറിന് കിട്ടുന്നത് ആ ഇൻട്രൂഡറിന്റെ പബ്ലിക് കീയും എന്റെ ഐഡന്റിഫയറും ആയിരിക്കും ബിന് കിട്ടുന്നത്. ആ ബി എന്ന് പറയുന്ന യൂസർ എന്ത് ചെയ്യും, എന്റെ ഐഡന്റിഫയർ ചെക്ക് ചെയ്ത് എ വാലിഡ് ആയിട്ടുള്ള യൂസർ ആണോ എന്ന് നോക്കും. പക്ഷെ ആ കിട്ടിയ പബ്ലിക് കീ എന്റേതല്ല, അത് ആ മിഡിൽ ഇരിക്കുന്ന ഇൻട്രൂഡറിന്റെ പബ്ലിക് കീ ആണ് ബിന് കിട്ടുന്നത്. അത് ബി അറിയുന്നില്ല. അപ്പൊ ആ എന്റെ ഐഡന്റിഫയർ മാത്രം ചെക്ക് ചെയ്ത് എന്റെ വാലിഡിറ്റി ഉറപ്പുവരുത്തിയതിനു ശേഷം എന്ത് ചെയ്യുന്നു, ബി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കീസ് ബി ജനറേറ്റ് ചെയ്യുന്നു. ബിന്റെ പ്രൈവറ്റ് കീ PRB, പബ്ലിക് കീ PUB, അതുപോലെ എയും ബിയും തമ്മിൽ ഫർദർ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സീക്രട്ട് കീ അല്ലെങ്കിൽ സെഷൻ കീ എന്ന് പറയുന്നത് KS എന്ത് ചെയ്യുന്നു, യൂസർ ബി ജനറേറ്റ് ചെയ്യും. യൂസർ ബി ജനറേറ്റ് ചെയ്തിട്ട് അപ്പൊ ആ യൂസർ ബിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഇൻട്രൂഡറിന്റെ പബ്ലിക് കീ ആണ്. അപ്പൊ അത് അറിയാതെ എന്റെ പബ്ലിക് കീ ആണെന്ന് വിചാരിച്ചിട്ട് ആ യൂസർ ബി എന്ത് ചെയ്യുന്നു, ആ ജനറേറ്റ് ചെയ്ത സെഷൻ കീനെ ആ കിട്ടിയ പബ്ലിക് കീ വാല്യൂ കൊണ്ട് എന്ത് ചെയ്യുന്നു, എൻക്രിപ്റ്റ് ചെയ്യുന്നു. എൻക്രിപ്റ്റ് ചെയ്ത് അത് എയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ കിട്ടിയ പബ്ലിക് കീ ഇൻട്രൂഡറിന്റെ ആയതുകൊണ്ട് അത് ഇൻട്രൂഡറിന്റെ പബ്ലിക് കീ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ജനറേറ്റ് ചെയ്ത സെഷൻ കീ വാല്യൂവിനെ എൻക്രിപ്റ്റ് ചെയ്ത് അത് എയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അത് എയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അത് ആര് റിസീവ് ചെയ്യുന്നു, അത് ആ ഇൻട്രൂഡർ മിഡിൽ ഇരിക്കുന്ന ഇൻട്രൂഡർ അതിനെ റിസീവ് ചെയ്യുന്നു. കാരണം ഇൻട്രൂഡറിന്റെ പബ്ലിക് കീ വെച്ചിട്ടാണ് ബി എന്ത് ചെയ്തേക്കുന്നത്, എൻക്രിപ്റ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻക്രിപ്റ്റ് ചെയ്തേക്കുന്ന ആ മെസ്സേജിനെ ആ ഇൻട്രൂഡർ എന്ന് പറയുന്നത് ഡിക്രിപ്റ്റ് ചെയ്യും. ഇൻട്രൂഡറിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് ആ മെസ്സേജിനെ എന്ത് ചെയ്യുന്നു, ഈ ഒരു എൻക്രിപ്റ്റഡ് ഫോം ഓഫ് എൻക്രിപ്റ്റഡ് ഔട്ട്പുട്ടിനെ അത് ഡിക്രിപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ആ സെഷൻ കീ അല്ലെങ്കിൽ ആ എയും ബിയും തമ്മിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്ന ആ സെഷൻ കീ എന്താണെന്നുള്ളത് ആ മിഡിൽ ഇരിക്കുന്ന ഇൻട്രൂഡർ ഹാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇൻട്രൂഡ് ചെയ്തെടുക്കും. ഇൻട്രൂഡ് ചെയ്തെടുത്ത് ആ സെഷൻ കീന്റെ വാല്യൂ ഇൻട്രൂഡറിനും അറിയാമായിരുന്നു. എനും ബിനും മാത്രമല്ല ഇൻട്രൂഡറിനും അത് സീക്രട്ട് ആയിട്ട് വെക്കുന്നു. ഇനി ആ സെഷൻ കീന്റെ വാല്യൂ എന് അത് പാസ് ചെയ്ത് കൊടുക്കും. അത് എ നേരത്തെ ബിയിലേക്ക് അദ്ദേഹത്തിന്റെ പബ്ലിക് കീ അയച്ചു കൊടുത്തിരുന്നു. അപ്പൊ സിമ്പിൾ സീക്രട്ട് കീ എൻക്രിപ്ഷൻ മെത്തേഡില് എന്താണ് ചെയ്യുന്നത്, ആ പബ്ലിക് കീ വെച്ചിട്ടാണ് ബി ആ സെഷൻ കീ KSനെ എൻക്രിപ്റ്റ് ചെയ്ത് തിരിച്ച് എയിലേക്ക് സെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പൊ ആ എന്ത് ചെയ്തു, ആ ഇൻട്രൂഡർ എന്ന് പറയുന്നത് കിട്ടിയ ആ സെഷൻ കീ വാല്യൂവിനെ എന്റെ പബ്ലിക് കീയും ആരുടെ കസ്റ്റഡിയിലുണ്ട്, ആ ഇൻട്രൂഡറിന്റെ കസ്റ്റഡിയിലുണ്ട്. അപ്പൊ ആ സെഷൻ കീനെ ഇൻട്രൂഡറിന്റെ സെഷൻ കീനെ ആ എന്റെ പബ്ലിക് കീ വെച്ചിട്ട് ഇൻട്രൂഡർ എൻക്രിപ്റ്റ് ചെയ്തിട്ട് ആർക്ക് പാസ് ചെയ്യുന്നു, എന് പാസ് ചെയ്യുന്നു. അപ്പൊ എ എന്ന് പറയുന്നത് അവിടെ ഡിക്രിപ്ഷൻ പ്രോസസ് ചെയ്യും. എ ചെയ്യുന്ന ഡിക്രിപ്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഡിക്രിപ്ഷൻ ഓഫ് PRA, കിട്ടിയ എൻക്രിപ്റ്റഡ് ഫോം എൻക്രിപ്ഷൻ ഓഫ് PUA, KS. അപ്പൊ ഈ രീതിയിലുള്ള എൻക്രിപ്റ്റഡ് മെസ്സേജിനെ എന്ത് ചെയ്യുന്നു, എന്റെ പ്രൈവറ്റ് കീ ഉപയോഗിച്ചിട്ട് അതിനെ ഡിക്രിപ്റ്റ് ചെയ്ത് ആ സെഷൻ കീ KSന്റെ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്നു. പക്ഷെ ആ KS സെഷൻ കീ സീക്രട്ട് കീന്റെ വാല്യൂ എയും ബിയും മാത്രമല്ല ഒബ്റ്റെയിൻ ചെയ്യുന്നത്, ആ മിഡിൽ ഇരിക്കുന്ന ഇൻട്രൂഡർ എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് സിമ്പിൾ സീക്രട്ട് കീ ഡിസ്ട്രിബ്യൂഷന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അന്നേരം എനും ബിനും മാത്രമല്ല
ആ ഇൻട്രൂഡറിന് ആ സീക്രട്ട് കീന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പൊ എയും ബിയും തമ്മിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫർദർ മെസ്സേജസ് അല്ല ആ മിഡിലിരിക്കുന്ന ആരും വാച്ച് ചെയ്യുന്നുണ്ട്, ആ ഇൻട്രൂഡർ വാച്ച് ചെയ്യും, അതുപോലെ അതിനെ ഓൾട്ടർ ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. ക്രിപ്റ്റോഗ്രാഫി വെച്ചിട്ട് കൺവേർഷൻ എൻക്രിപ്ഷൻ ഉള്ള സീക്രട്ട് കീ അല്ലെങ്കിൽ സെഷൻ കീ ഡിസ്ട്രിബ്യൂഷൻ ഉള്ള രണ്ടാമത്തെ ടെക്നിക്കാണ് സീക്രട്ട് കീ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ രണ്ട് യൂസേഴ്സ് ഉണ്ട്. ആദ്യം കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് യൂസർ എയും അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് യൂസർ ബിയും ആയിട്ട് എടുത്തേക്കുന്നത്. യൂസർ എ എന്ന് പറയുന്ന സെറ്റ് ഓഫ് കീസ് ജനറേറ്റ് ചെയ്യുന്നു. എന്റെ കീസ് ആണ് പബ്ലിക് കീ പി യു എയും പ്രൈവറ്റ് കീ പി ആർ എയും. അതുപോലെ ബി എന്ന് പറയുന്ന യൂസറും സെറ്റ് ഓഫ് കീസ് ജനറേറ്റ് ചെയ്യുന്നു. പബ്ലിക് കീ പി യു ബിയും പ്രൈവറ്റ് കീ പി ആർ ബി. അപ്പൊ രണ്ടുപേരും സെറ്റ് ഓഫ് കീസ് ജനറേറ്റ് ചെയ്ത് വയ്ക്കുന്നു. രണ്ടുപേരും അവരവരുടെ പബ്ലിക് കീസ് അങ്ങോട്ട് എന്ത് ചെയ്യുന്നു, പബ്ലിക് രജിസ്റ്ററിൽ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ രണ്ട് യൂസറിനും രണ്ടുപേരുടെയും പബ്ലിക് കീസ് ആക്സസിബിൾ ആണ്. അപ്പൊ അത് എടുക്കാൻ പറ്റും. പക്ഷെ രണ്ടുപേരുടെയും പ്രൈവറ്റ് കീസ് എന്താക്കി വെക്കുന്നു, സീക്രട്ട് ആക്കി വെക്കുകയും ചെയ്യും. അപ്പൊ ആദ്യം മെസ്സേജ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് യൂസർ എ ആണ്. യൂസർ എ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഒരു എൻക്രിപ്റ്റഡ് മെസ്സേജ് എന്ന് പറയുന്ന യൂസർ ബിയിലേക്ക് ആദ്യം തന്നെ പാസ് ചെയ്യുന്നു. ആ എൻക്രിപ്റ്റഡ് മെസ്സേജിനകത്തുള്ള കണ്ടൻസ് എന്ന് പറയുന്നത് ഒന്ന് N1 എന്ന് പറയുന്നത് നോൺസ് എന്ന് വെച്ചാൽ യൂസർ എന്റെ ആ ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഐഡന്റിഫയർ ആണ് N1. യൂസർ എന്റെ നോൺസ് ട്രാൻസാക്ഷൻ ഐഡന്റിഫയർ അതാണ് N1. യൂസർ എനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന ഐഡന്റിഫയർ ആണ് IDA എന്ന് പറയുന്നത്. അപ്പൊ യൂസർ എന്റെ നോൺസ് വാല്യൂവും യൂസർ എന്റെ ഐഡന്റിഫയറും കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യുന്നു, ആ ബിയിൽ നിന്ന് ആക്സസ് ചെയ്ത് കിട്ടുന്ന പബ്ലിക് കീ വെച്ചിട്ട് യൂസർ എ എന്ന് പറയുന്നത് എൻക്രിപ്റ്റ് ചെയ്ത് യൂസർ ബിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പൊ യൂസർ ബിയിലേക്ക് ഈ മെസ്സേജ് വരുമ്പോൾ ആ യൂസർ ബി എന്ത് ചെയ്യും, യൂസർ ബി എന്ന് പറയുന്നത് ബിന്റെ സ്വന്തം പ്രൈവറ്റ് കീ വെച്ചിട്ട് ഇതിനെ എൻക്രിപ്റ്റ് ചെയ്യും. യൂസർ ബി എന്ന് പറയുന്നത് ഈ എൻക്രിപ്റ്റഡ് ഫോം മെസ്സേജ് വരുമ്പോൾ ആ ബിന്റെ സ്വന്തം പ്രൈവറ്റ് കീ വെച്ചിട്ട് ഇതിനെ ഡിക്രിപ്റ്റ് ചെയ്യും. ഡിക്രിപ്റ്റ് ചെയ്യുമ്പോൾ ആ N1ഉം IDA വാല്യൂ യൂസർ ബിന് കിട്ടും. അപ്പൊ ആ യൂസർ ബി എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ആ എന്റെ ഐഡന്റിഫയർ ചെക്ക് ചെയ്യും. അപ്പൊ ആ എന്റെ ഐഡന്റിറ്റി എന്താണെന്നുള്ളത് യൂസർ ബിന് കിട്ടും. ആ N1ന്റെ വാല്യൂവും യൂസർ ബി ഡിക്രിപ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ബി എന്ന് പറയുന്നത് ബിന്റെ ട്രാൻസാക്ഷന് വേണ്ടി ഒരു നോൺസ് വാല്യൂ ക്രിയേറ്റ് ചെയ്യും. അതാണ് N2 എന്ന് പറയുന്നത്. ഇനി ഈ ഒരു മെസ്സേജ് കിട്ടുമ്പോൾ തന്നെ ബി ചെയ്യുന്നത് ആ എന്റെ നോൺസ് വാല്യൂവും യൂസർ ബിന്റെ നോൺസ് വാല്യൂവും കൂടെ ചേർത്ത് എയിൽ നിന്ന് ഷെയർ ചെയ്ത് കിട്ടുന്ന പബ്ലിക് കീ വെച്ചിട്ട് എന്ത് ചെയ്യും, യൂസർ ബി എൻക്രിപ്റ്റ് ചെയ്ത് ആ എൻക്രിപ്റ്റഡ് മെസ്സേജ് എന്ന് പറയുന്നത് എയിലേക്ക് പാസ് ചെയ്യും. ഇനി ആ എൻക്രിപ്റ്റഡ് മെസ്സേജ് ആ ഇനിഷ്യേറ്റർ എന് കിട്ടുമ്പോൾ ആ എന്റെ സ്വന്തം പ്രൈവറ്റ് കീ വെച്ചിട്ട് ഈ മെസ്സേജിനെ ഡിക്രിപ്റ്റ് ചെയ്യും. ഡിക്രിപ്റ്റ് ചെയ്ത് ആ N1ന്റെ വാല്യൂ അതുപോലെ ആ യൂസർ ബിന്റെ നോൺസ് വാല്യൂ N2ന്റെ വാല്യൂ തിരിച്ച് അതിന് റിക്കവർ ചെയ്യും. അപ്പൊ എ അയച്ച നോൺസ് വാല്യൂ അതായത് N1 എന്ന് പറയുന്നത് എന് തന്നെ കിട്ടുമ്പോൾ എന് മനസ്സിലാവും കറസ്പോണ്ടന്റ് എന്ന് പറയുന്നത് യൂസർ ബി ആണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അടുത്തതായിട്ട് യൂസർ എ ചെയ്യുന്നത് ആ ബിയിൽ നിന്ന് കിട്ടിയ നോൺസ് വാല്യൂ N2നെ ആ ബിന്റെ പബ്ലിക് കീ വെച്ചിട്ട് തന്നെ എൻക്രിപ്റ്റ് ചെയ്ത് ബിയിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും. അന്നേരം ബി ചെയ്യുന്നത് ആ ബിന്റെ സ്വന്തം പ്രൈവറ്റ് കീ വെച്ചിട്ട് എന്ത് ചെയ്യും, അതിനെ ഡിക്രിപ്റ്റ് ചെയ്യും. ഡിക്രിപ്റ്റ് ചെയ്ത് ആ N2 എന്ന് പറയുന്ന നോൺസ് വാല്യൂവിനെ അത് എന്ത് ചെയ്യും, റിക്കവർ ചെയ്തെടുക്കും. അപ്പൊ ആ N2 എന്ന് പറയുന്നത് യൂസർ ബിന്റെ തന്നെ ട്രാൻസാക്ഷൻ ഐഡന്റിഫയർ ആണ്. അപ്പൊ ആ യൂസർ ബിന്റെ ട്രാൻസാക്ഷൻ ഐഡന്റിഫയർ N2 തന്നെ അതിന് തിരിച്ചു കിട്ടുമ്പോൾ ആ യൂസർ ബിന് മനസ്സിലാവും കറസ്പോണ്ടന്റ് എന്ന് പറയുന്നത് യൂസർ എ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന യൂസർ എന്ന് യൂസർ ബിന് മനസ്സിലാവും. അപ്പൊ അത് ആ പരസ്പരം ഐഡന്റിറ്റി റിവീൽ ചെയ്ത് നോൺസ് വാല്യൂ ട്രാൻസാക്ഷൻ വാല്യൂസ് എല്ലാം ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, യൂസർ എ എന്ന് പറയുന്നത് എയും ബിയും തമ്മിലുള്ള ഫർദർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള സെഷൻ കീ KS എന്ന് പറയുന്നത് യൂസർ എ ജനറേറ്റ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, ആ യൂസർ എ ജനറേറ്റ് ചെയ്യുന്ന ആ സെഷൻ കീ അല്ലെങ്കിൽ ആ സീക്രട്ട് കീനെ യൂസർ എന്റെ തന്നെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ലെങ്കിൽ ആ മെസ്സേജിന് ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. ആ സെഷൻ കീനെ അത് യൂസർ എന്റെ തന്നെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, ബിന്റെ പബ്ലിക് കീ വെച്ചിട്ട് ഒരു ഡബിൾ എൻക്രിപ്ഷൻ കൂടെ ചെയ്തിട്ട് യൂസർ ബിയിലേക്ക് പാസ് ചെയ്യുന്നു. അന്നേരം യൂസർ ബി ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുന്നത്
ഡിക്രിപ്ഷൻ, ഡബിൾ ഡിക്രിപ്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് അവിടെ പെർഫോം ചെയ്യേണ്ടതുണ്ട്. ഡിക്രിപ്ഷൻ ഓഫ് PUA, ഓഫ് PRB, KS. അപ്പൊ ആ യൂസർ ബി ചെയ്യുന്ന ഡബിൾ ഡിക്രിപ്ഷൻ പ്രോസസ് ആയിരിക്കും ഇത്. എന്ത് ചെയ്യുന്നു? ഡബിൾ ഡിക്രിപ്ഷൻ പ്രോസസ് എന്ന് വെച്ചാൽ ഇവിടെ ഓതന്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് യൂസർ എ ആണ് സെഷൻ കീ ജനറേറ്റ് ചെയ്യുന്നത്. ആ ജനറേറ്റ് ചെയ്യുന്ന സെഷൻ കീനെ എന്ത് ചെയ്യുന്നു? യൂസർ എന്റെ തന്നെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ലെങ്കിൽ ഓതന്റിക്കേഷൻ എന്ന് പറയുന്ന സർവീസ് കൊടുക്കുന്നുണ്ട് ആ സെഷൻ കീന്. ഇനി അതുപോലെ ഇവിടെ യൂസർ ബി ഡബിൾ ഡിക്രിപ്ഷൻ പ്രോസസ് ചെയ്ത ആ സെഷൻ കീന്റെ വാല്യൂവിനെ എന്ത് ചെയ്യുന്നു? റിക്കവർ ചെയ്തെടുക്കുന്നു. അത് റിക്കവർ ചെയ്യുന്നത് ബിന്റെ തന്നെ സ്വന്തം പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് അതിനെ ഡിക്രിപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു യൂസറിനും ആ സീക്രട്ട് കീന്റെ വാല്യൂ ഡിക്രിപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ രീതിയിൽ അതിന് ആ സീക്രട്ട് കീനെ എന്ത് ചെയ്യുന്നുണ്ട്? കോൺഫിഡൻഷ്യാലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓതന്റിക്കേഷനും കൊടുക്കുന്നുണ്ട്, കോൺഫിഡൻഷ്യാലിറ്റിയും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ യൂസർ എനും യൂസർ ബിനും എന്ത് കിട്ടി? ആ സീക്രട്ട് കീ അല്ലെങ്കിൽ ആ സെഷൻ കീ എന്ന് പറയുന്നത് കിട്ടി. ഇനി എയും ബിയും തമ്മിലുള്ള ഫർദർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആ സീക്രട്ട് കീ അല്ലെങ്കിൽ ആ സെഷൻ കീ വെച്ചിട്ട് നടക്കും. എപ്പോഴാണോ ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടെർമിനേറ്റ് ആവുന്നത്, അന്നേരം ആ സെഷൻ കീന്റെ വാലിഡിറ്റി എക്സ്പയർ ചെയ്യുകയും രണ്ടുപേരും അത് ഡിസ്കാർഡ് ചെയ്യുകയും ചെയ്യും.